നെന്മാറയിലെ ജീർണാവസ്ഥയിലായ ഖാദി ഉൽപാദന കേന്ദ്രം നവീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ.ജി. എൽദോ. 40-ലധികം വർഷം പഴക്കമുള്ള നെന്മാറ കൈപ്പഞ്ചേരിയിലുള്ള ഖാദി ഉത്പാദന കേന്ദ്രം കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ ജീർണിതാവസ്ഥയിലാണ്. ആദ്യഘട്ടമായി 20 ലക്ഷം രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനുവദിച്ചു. വനിതാ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. കുടിവെള്ളം, മേൽക്കൂര, ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് റൂം, തറ ടൈല് പതിപ്പിക്കൽ, പെയിന്റിംഗ്, വയറിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, വാതിലുകളും ജനലുകളും മാറ്റി സ്ഥാപിക്കൽ, സീലിംഗ് വർക്ക്, ഡൈനിംഗ് ഏരിയ, സ്റ്റോക്ക് റൂം, വിപണനത്തിനുള്ള സംവിധാനം തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് ഖാദി ഉൽപാദക കേന്ദ്രം പൂർണ്ണമായി നവീകരിക്കുമെന്ന് കെ.ജി. എൽദോ അറിയിച്ചു. ഏറെ കാലമായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന നെന്മാറയിലെ എത്രയോ കാലമായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആളുകൾ സൗജന്യമായിട്ട് നൽകിയ സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് പക്ഷേ യാതൊരു മെയിൻ്റനൻസും നടത്താതെ ജീർണിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ ഈ കൈപ്പഞ്ചേരിയിലുള്ള ഖാദി ഉൽപ്പാദന കേന്ദ്രം കിടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാധാരണ ഏറെ പ്രയാസം അനുഭവിക്കുന്ന സാധാരണ തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ആവശ്യപ്പെട്ടു ഇതിനകത്ത് നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ ഉച്ചയാണ്. ഭയങ്കര ചൂടും പ്രയാസമാണ്. മഴ വന്നാൽ മുഴുവൻ വെള്ളം ഇതിനകത്തായിരിക്കും. കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളില്ല, ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. ഇവരൊക്കെ സ്ത്രീകളാണ്. ഇവരുടെ വന്നാൽ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോലുമുള്ള സൗകര്യം ഇതിനകത്തില്ല. ഭക്ഷണം കഴിക്കാനൊരു ഇടമില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും ഒരു ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കേന്ദ്രമാണ്. ഈ കേന്ദ്രം നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ നെന്മാറ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഒന്നാമത്തെ പദ്ധതി. അതനുസരിച്ചുകൊണ്ട് ഈ വർഷത്തെ മെയിൻ്റനൻസിൻ്റെ മുഴുവൻ പൈസയും, നോൺ റോഡ് മെയിൻ്റനൻസിന് കിട്ടിയിട്ടുള്ള മുഴുവൻ പൈസയും ഈ ഖാദി കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നതിനും ഇവരുദ്ദേശിക്കുന്ന രൂപത്തിലാക്കിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഖാദി കേന്ദ്രത്തിന് അനുവദിക്കുന്ന പണം കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണ തോതിൽ ഇത് നവീകരിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഈ സെൻറ്ററിന് 20 ലക്ഷം രൂപ ആദ്യത്തെ ഘട്ടത്തിൽ അനുവദിച്ച സന്തോഷം കൂടി ഇവിടുത്തെ തൊഴിലാളികളോട് പറയാനായിട്ടും കൂടിയാണ് ഇന്ന് കടന്നു വന്നിട്ടുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായ ആവശ്യങ്ങളാണ് പരിഹരിക്കാൻ നടപടികൾ ആരംഭിക്കുന്നത്. ബാക്കി ആവശ്യമായ തുകയും കൂടി അനുവദിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് അമീർജാൻ, ഖാദി ബോർഡ് പാലക്കാട് പ്രൊജക്ട് ഓഫീസർ ബിനു തുടങ്ങിയവർ നേരിട്ടെത്തിയാണ് തൊഴിലാളികളെ വിവരം അറിയിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്ന് വെച്ചാൽ ഏറ്റവും കടുത്ത അഭാവം തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സെൻ്ററാണിത്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴില്ല. നൂല് ഉൽപ്പാദനം കൂടുതലായി ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികമായ വരുമാനം കുറഞ്ഞു വരികയാണ്. നെയ്ത്തുണ്ടായാൽ മാത്രമാണ് കൂടുതൽ വരുമാനം അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് ഇവിടെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നതാണ്. ആ അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ചുമതലയുള്ളത് ജില്ലാ പഞ്ചായത്തിനാണ്. കാരണം ഈ സ്ഥാപനം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ കെ.വി. ഗോപാലകൃഷ്ണേട്ടനാണ് ഇവിടെ ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകളിൽ കുറച്ച് ഫണ്ട് ഇവിടെ തരികയും ഇതിനു വേണ്ട അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.